മഴ പെയ്തു തോർന്ന ഒരു വൈകുന്നേരമായിരുന്നു അത്. തെങ്ങിൻ തലപ്പുകളിൽ നിന്നും ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികൾ അങ്കണത്തിലെ ചെറിയ മൺകുഴികളിൽ വീണ് ചിതറുന്നുണ്ടായിരുന്നു. വരാന്തയുടെ കോണിലെ ചാരുകസേരയിൽ ചാരിയിരുന്ന് പത്രം വായിക്കുകയായിരുന്ന മാധവമേനോൻ കണ്ണടയൂരി മേശപ്പുറത്ത് വെച്ചു. അപ്പോഴാണ് മുറ്റത്തേക്കൊരു ഓട്ടോറിക്ഷ വന്നു നിന്നത്. അതിൽ നിന്നും ഒരു ചെറിയ ട്രങ്ക് പെട്ടിയും കയ്യിലേന്തി അനഘ ഇറങ്ങി. നീണ്ട യാത്രയുടെ ക്ഷീണം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഇളം നീല നിറത്തിലുള്ള സൽവാർ ആയിരുന്നു അവളുടെ വേഷം. നനഞ്ഞ കാറ്റിൽ അവളുടെ പറ്റിപ്പിടിച്ച മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. ആഹാ, അനഘ എത്തിയോ? മാധവമേനോൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഓ വലിയച്ഛ, ബസ് കുറച്ചു വൈകി, നേർത്ത ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണവും അതിനു പിന്നാലെ അമ്മയുടെ രോഗാവസ്ഥയുമാണ് അനഘയെ തറവാട്ടിലേക്ക് എത്തിച്ചത്. നഗരത്തിലെ ചെറിയ വാടക വീടൊഴിഞ്ഞ് പഠനം പൂർത്തിയാക്കുന്നത് വരെ വല്യച്ഛൻ്റെ തണലിൽ നിൽക്കാമെന്നത് അമ്മയുടെ തീരുമാനമായിരുന്നു. എന്നാൽ ഈ വീട്ടിൽ താൻ ഒരു അനാവശ്യ ഭാരമാണോ എന്ന ഭയം അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. വരാന്തയിലേക്ക് കയറി നിൽക്കുമ്പോഴാണ് അകത്തെ മുറിയിൽ നിന്നും ഒരു കാൽപെരുമാറ്റം കേട്ടത്. കറുത്ത ടീഷർട്ടും ജീൻസും അണിഞ്ഞ് കയ്യിലൊരു ലാപ്ടോപ്പുമായി സിദ്ധാർത്ഥ് വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. അനഘയുടെ മുറച്ചെറുക്കൻ, വലിയച്ഛൻ്റെ മൂത്ത മകൻ. നഗരത്തിലെ പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയിൽ പ്രൊജക്ട് മാനേജറാണവൻ. ഗൗരവക്കാരൻ, അധികം സംസാരിക്കാത്ത സ്വഭാവം. അവനെ കണ്ടതും അനഘ അറിയാതെ ഒരടി പിന്നോട്ട് വെച്ചു. അവൾ ചെറുതായി തല ഉയർത്തി അവനെ നോക്കി. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ നിമിഷ നേരത്തേക്ക് അവളിൽ തങ്ങി നിന്നു. അവളുടെ ക്ഷീണിച്ച മുഖവും ഭയം കലർന്ന കണ്ണുകളും അവൻ നിരീക്ഷിക്കുകയായിരുന്നു. വന്നോ? അവൻ വളരെ സ്വാഭാവികമായി എന്നാൽ കടുപ്പമല്ലാത്ത ശബ്ദത്തിൽ ചോദിച്ചു. ഉവ്വ്, അവൾ പതുക്കെ പറഞ്ഞു. അവൻ കൂടുതൽ ഒന്നും സംസാരിച്ചില്ല. ലാപ്ടോപ്പ് മേശപ്പുറത്ത് വെച്ച് അവളുടെ കയ്യിലിരുന്ന ഭാരമുള്ള ട്രങ്ക് പെട്ടി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വാങ്ങി അകത്തേക്ക് നടന്നു. മുകളിലത്തെ തെക്കേ മുറി ശരിയാക്കിയിട്ടുണ്ട്, അവിടെ വെച്ചേക്കാം. നടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒരുതരം നാടകീയതയോ അമിത സ്നേഹപ്രകടനമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു നിമിഷം അനഘയുടെ മനസ്സിൽ പെയ്തിറങ്ങിയത് വലിയൊരു ആശ്വാസമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആ വീട്ടിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ അനഘ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വലിയമ്മ പ്രഭയുടെ വാക്കുകളിൽ എപ്പോഴും ചെറിയൊരു കുത്തുവാക്ക് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താ പ്ലാൻ അനഘേ? ഇവിടെ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാ? ഒരു ദിവസം പ്രാതൽ കഴിക്കുന്നതിനിടയിൽ പ്രഭ ചോദിച്ചു. അനഘയുടെ തൊണ്ടയിൽ ഭക്ഷണം തടഞ്ഞു. അവൾ തല താഴ്ത്തിയിരുന്നു. കയ്യിലിരുന്ന സ്പൂൺ പ്ലേറ്റിലേക്ക് വയ്ക്കുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മേശയുടെ അറ്റത്തിരുന്ന ചായ കുടിക്കുകയായിരുന്ന സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചു. അവൻ കപ്പ് താഴെ വെച്ചു. അമ്മേ, അവൾക്ക് അടുത്ത മാസം ഫൈനൽ എക്സാം ആണ്. അത് കഴിയട്ടെ. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ഞാൻ ഇന്റേൺഷിപ്പ് നോക്കുന്നുണ്ട്. അവിടെ കിട്ടും. സിദ്ധാർത്ഥ് ശാന്തമായി പറഞ്ഞു. അതിനൊക്കെ വലിയ ചെലവല്ലേ സിദ്ധു? പ്രഭ പിറുപിറുത്തു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ജോലിയില്ലാത്ത കാര്യങ്ങളിൽ ആകുലപ്പെടേണ്ട. അവൻ്റെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അനഘ പതുക്കെ തല ഉയർത്തി അവനെ നോക്കി. സിദ്ധാർത്ഥ് അവളെ നോക്കിയില്ല. അവൻ ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് പോയി. അനാവശ്യമായ വാഗ്വാദങ്ങൾ ഉണ്ടാക്കാതെ കാര്യങ്ങൾ കൃത്യമായി പറയേണ്ടടുത്ത് പറയുന്ന അവൻ്റെ ആ രീതി അനഘയിൽ വലിയൊരു ബഹുമാനമുണ്ടാക്കി. മഴയുള്ളൊരു ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വലിയച്ഛനും വലിയമ്മയും അടുത്തുള്ള അമ്പലത്തിൽ പോയതായിരുന്നു. അനഘ തറവാടിൻ്റെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. തോരാതെ പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അമ്മയുടെ ആസ്പത്രി ചിലവുകൾ, സ്വന്തം ഭാവി, ഇവിടുത്തെ അന്തരീക്ഷം എല്ലാം കൂടി അവളെ തളർത്തി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് അവൾ അറിഞ്ഞില്ല. പെട്ടെന്നാണ് പുറകിൽ ഒരു പെരുമാറ്റം കേട്ടത്. സിദ്ധാർത്ഥ് 2 കപ്പ് ചൂട് കാപ്പിയുമായി വരുന്നുണ്ടായിരുന്നു. അവൾ വേഗത്തിൽ കണ്ണുകൾ തുടച്ചു തിരിഞ്ഞു നിന്നു. കാപ്പി. അവൻ 1 കപ്പ് അവൾക്ക് നേരെ നീട്ടി. അവൾ മടിച്ചത് വാങ്ങി. താങ്ക് യു. അവൻ വാതിലിൻ്റെ പടിയിൽ ചാരി നിന്നു. മഴയിലേക്ക് നോക്കിക്കൊണ്ട് കാപ്പി ഒരു സിപ്പ് കുടിച്ചു. എന്താ ആലോചിക്കുന്നത്? അവൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, അവൾ വെറുതെ നുണ പറഞ്ഞു. കണ്ണുകൾ കണ്ടാൽ അറിയാം അനഘ. അമ്മയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ചിലത് കേട്ട ഭാവം നടിക്കരുത്. അത് മനസ്സിൽ വെച്ച് സ്വയം വിഷമിക്കുകയും ചെയ്യരുത്. അവൻ്റെ ശബ്ദത്തിലെ ആർദ്രത അനഘയെ അത്ഭുതപ്പെടുത്തി. എപ്പോഴും ഗൗരവക്കാരനായ സിദ്ധാർത്ഥ് ഇത്ര മൃദുവായി സംസാരിക്കുന്നത് അവൾ ആദ്യമായി അനുഭവിക്കുകയായിരുന്നു. എനിക്ക് ഈ വീട്ടിൽ ഒരു ഭാരമായി നിൽക്കാൻ ഇഷ്ടമല്ല സിദ്ധുവേട്ട. അറിയാതെ പഴയ പേര് വിളിച്ചു പോയതിൽ അവൾ നാവ് കടിച്ചു. സിദ്ധാർത്ഥ് പതുക്കെ അവളുടെ നേരെ തിരിഞ്ഞു. അവൻ അവളെ ശാന്തമായി നോക്കി.
കാപ്പിക്കപ്പ് ബാൽക്കണിയുടെ കൈവരിയിൽ വെച്ച് അവൻ അവളിലേക്ക് ഒരടി അടുത്തേക്ക് നീങ്ങി. അവൻ്റെ സാമീപ്യം അനഘയുടെ നെഞ്ചെടുപ്പ് കൂട്ടി. അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള ലാവൻഡറിൻ്റെ നേർത്ത സുഗന്ധം അവളിലേക്ക് പടർന്നു. നീ ഇവിടെ ആർക്കും ഭാരമല്ല, അവൻ പതുക്കെ പറഞ്ഞു. അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പ്രത്യേകിച്ച് എനിക്ക്. ആ വാക്കുകൾ അനഘയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ സൃഷ്ടിച്ചു. അവൾ ശ്വാസം അടക്കി പിടിച്ചവനെ നോക്കി. സിദ്ധാർത്ഥ തൻ്റെ വലതുകൈ പതുക്കെ ഉയർത്തി. അവൻ്റെ വിരലുകൾ അവളുടെ നെറ്റിയിൽ വീണ് കിടന്ന നനഞ്ഞ മുടിയിഴകളെ പതുക്കെ വശത്തേക്ക് മാറ്റി. അവൻ്റെ ചൂടുള്ള വിരൽത്തുമ്പ് അവളുടെ കവിളിൽ തൊട്ടു. ആ സ്പർശനത്തിൽ അനഘയുടെ ശരീരം ഒന്ന് വിറച്ചു. അവൾ അറിയാതെ കണ്ണുകൾ അടച്ചുപോയി. നിന്റെ ഈ പേടിയും വിഷമവും ഒക്കെ എന്നോട് പറഞ്ഞുകൂടെ അനഘേ? അവൻ വളരെ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. അവൻ്റെ ശ്വാസം അവളുടെ കവിളുകളിൽ തട്ടുന്നുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ തുറന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ടത് വെറുമൊരു കസിനോടുള്ള അനുകമ്പയായിരുന്നില്ല, ആഴത്തിലുള്ള എന്നാൽ ഇതുവരെ പ്രകടിപ്പിക്കാത്ത ഏതോ ഒരു വികാരമായിരുന്നു. എനിക്ക് പേടിയാണ് സിദ്ധുവേട്ട, എല്ലാം നഷ്ടപ്പെടുമോ എന്ന് അവൾ വിതുമ്പി. സിദ്ധാർത്ഥ് കൂടുതലൊന്നും പറഞ്ഞില്ല. അവൻ പതുക്കെ അവളുടെ തോളുകളിൽ കൈവച്ചു. അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. ശാന്തമായ സുരക്ഷിതമായ ഒരു ആലിംഗനം. അനഘ തൻ്റെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ചായ്ച്ചു. അവൻ്റെ നെഞ്ചെടുപ്പിൻ്റെ താളം അവൾ കേട്ടു. അതിലൊരു തടസ്സവുമില്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. അവൻ അവളുടെ തലമുടിയിൽ പതുക്കെ തലോടി. ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും നഷ്ടപ്പെടില്ല കേട്ടോ. ആ മഴയത്ത് ആ മുകളിൽ നിലയിലെ ശാന്തതയിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന അകലങ്ങൾ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. ഒരു നാടകീയമായ പ്രണയാഭ്യർത്ഥനയോ ബഹളങ്ങളോ ഇല്ലാതെ വളരെ സ്വാഭാവികമായി അവരുടെ ഹൃദയങ്ങൾ ഒന്നിക്കുകയായിരുന്നു. എന്നാൽ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ഓഫീസിലെ ഒരു സീനിയർ മാനേജറുടെ മകളായ അഞ്ജലി ഈ കഥയിലേക്ക് അപ്പോൾ കടന്നു വരുന്നത് അടുത്ത ആഴ്ചയായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ പ്രൊജക്റ്റിൽ സഹായിയായി എത്തിയ അഞ്ജലിക്ക് അവനോട് തുറന്നൊരു താല്പര്യമുണ്ടായിരുന്നു. ധനികയായ ആധുനിക രീതികളിൽ ജീവിക്കുന്ന പെൺകുട്ടി. ഒരു ദിവസം സിദ്ധാർത്ഥിൻ്റെ കമ്പനിയിലെ സഹപ്രവർത്തകർ തറവാട്ടിലേക്ക് വന്നു. പ്രൊജക്റ്റ് വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്. അഞ്ജലിയും അതിലുണ്ടായിരുന്നു. അനഘ ചായയും പലഹാരങ്ങളുമായി വരാന്തയിലേക്ക് വരുമ്പോൾ അഞ്ജലി സിദ്ധാർത്ഥിൻ്റെ തൊട്ടടുത്തിരുന്ന് ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടു. സിദ്ധു, അടുത്ത മാസം നമ്മൾ ബാംഗ്ലൂർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച് തരണം കേട്ടോ, അഞ്ജലി അവൻ്റെ കയ്യിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഷുവർ അഞ്ജലി. അത് കണ്ടതും അനഘയുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായി. താൻ അനുഭവിച്ച ആ നൈമിഷികമായ അടുപ്പം ഒരുപക്ഷെ തൻ്റെ തോന്നൽ മാത്രമായിരുന്നു. സിദ്ധാർത്ഥ എല്ലാവരോടും കാണിക്കുന്ന ഒരു കാരുണ്യം മാത്രമായിരുന്നു അത്. ചായക്കപ്പുകൾ മേശപ്പുറത്ത് വെക്കുമ്പോൾ അനഘയുടെ കൈകൾ വിറച്ചു. ഒരു കപ്പിലെ ചൂടുള്ള കാപ്പി അല്പം പുറത്തേക്ക് തുളുമ്പി അഞ്ജലിയുടെ വസ്ത്രത്തിൽ വീണു. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? അഞ്ജലി ദേഷ്യത്തോടെ എഴുന്നേറ്റു. സോറി, അറിയാതെ, അനഘ പരിഭ്രമത്തോടെ പറഞ്ഞു. പ്രഭ ഓടി വന്നു. അയ്യോ അഞ്ജലി മോളെ, നിനക്ക് നോക്കി ചെയ്തു കൂടേടി, എന്തൊരു ശ്രദ്ധയില്ലായ്മയാണിത്. പ്രഭ അനഘയ്ക്ക് നേരെ തട്ടിക്കയറി. അനഘ തല താഴ്ത്തി നിന്നു. അവൾ പതുക്കെ സിദ്ധാർത്ഥിനെ നോക്കി. അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അവൻ്റെ ആ മൗനം അനഘയുടെ ഹൃദയത്തെ മുറിച്ചു കളഞ്ഞു. അവൻ തനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവൻ മിണ്ടാതെ ഇരുന്നു. യഥാർത്ഥത്തിൽ അഞ്ജലിയുടെ അച്ഛനാണ് സിദ്ധാർത്ഥിൻ്റെ കമ്പനിയിലെ മെൻറ്റർ എന്നതിനാലും വിഷയം വഷളാക്കാതിരിക്കുവാനുമാണ് അവൻ മിണ്ടാതിരുന്നത്. എന്നാൽ അനഘയ്ക്ക് അത് മനസ്സിലായില്ല. അനഘ മുറിയിലേക്ക് ഓടിപ്പോയി. വാതിലടച്ചവൾ പൊട്ടിക്കരഞ്ഞു. അന്ന് രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിയ സമയം അനഘ ബാൽക്കണിയിലെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കരഞ്ഞു ചുവന്ന കണ്ണുകൾ. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് സിദ്ധാർത്ഥ അകത്തേക്ക് വന്നത്. അവൾ തിരിഞ്ഞു നോക്കിയില്ല. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അനഘ, അവൻ വിളിച്ചു. അവൾ പ്രതികരിച്ചില്ല. സിദ്ധാർത്ഥ അവളുടെ തോളിൽ കൈവെക്കാൻ ആഞ്ഞു. എന്നാൽ അവൾ വേഗത്തിൽ മാറി നിന്നു. തൊടരുത് സിദ്ധുവേട്ട. അവളുടെ ശബ്ദത്തിൽ വേദനയും ദേഷ്യവും കലർന്നിരുന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ ആരാണെന്നും എൻ്റെ സ്ഥാനം എന്താണെന്നും എനിക്ക് മനസ്സിലായി. അനാഥയായ ഒന്നുമില്ലാത്തൊരു പെൺകുട്ടിയോട് കാണിച്ച അനുകമ്പയായിരുന്നു അല്ലേ അന്ന്? എനിക്ക് അനുകമ്പ വേണ്ട. സിദ്ധാർത്ഥ് ഒരു നിമിഷം മൗനമായി നിന്നു. അവനൊരു ദീർഘനിശ്വാസം എടുത്തു. നീ വിചാരിക്കുന്നത് പോലെയല്ല അനഘ കാര്യങ്ങൾ. പിന്നെ എങ്ങനെയാണ്? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ അഞ്ജലിയുടെ മുന്നിൽ വച്ച് വലിയമ്മ എന്നെ ചീത്ത പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടൊരു വാക്കും മിണ്ടിയില്ല? കാരണം നിങ്ങൾക്ക് അവളാണ് പ്രധാനം. നിങ്ങളുടെ കരിയറിന് അവളാണ് പ്രധാനം. ഞാൻ വെറും ഒരു തടസ്സമാണ്. സിദ്ധാർത്ഥ് ഒന്നും പറഞ്ഞില്ല. അവൻ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞു. അവളുടെ ഇരു കൈതണ്ടകളിലും മുറുകെ പിടിച്ചു. വിട്, എന്നെ വിട്. അവൾ കുതറാൻ ശ്രമിച്ചു.
എന്നാൽ സിദ്ധാർത്ഥ് അവളെ ചുവരോട് ചേർത്ത് നിർത്തി. അവൻ്റെ കണ്ണുകളിൽ മുൻപെങ്ങും കാണാത്തൊരു തീവ്രതയുണ്ടായിരുന്നു. മതി, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. നിന്റെ ഊഹാപോഹങ്ങൾ ഇനി കേൾക്കാൻ എനിക്ക് വയ്യ. പിന്നെ എന്താണ് സത്യം? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് ഒരല്പം കൂടി തിരിഞ്ഞു. അവൾക്ക് അവൻ്റെ ചൂടുള്ള ശ്വാസം അനുഭവപ്പെട്ടു. സത്യം എന്താണെന്ന് വെച്ചാൽ, അവൻ പതുക്കെ പറഞ്ഞു. അവൻ്റെ ശബ്ദം താഴ്ന്നു. എനിക്ക് അഞ്ജലിയോടോ മറ്റാരോടോ ഒന്നുമില്ല. എനിക്ക് എൻ്റെ മനസ്സ് കൊടുത്തത് നിന്നോടാണ് അനഘേ. അതിന്ന് തുടങ്ങിയതല്ല. നീ ഈ വീട്ടിലേക്ക് വന്ന അന്നു മുതൽ, അല്ല അതിനു മുൻപ് മുതൽ. അനഘ നിശ്ചലയായി. അവൾ വിശ്വസിക്കാൻ കഴിയാതെ അവനെ നോക്കി. അന്ന് വൈകുന്നേരം അഞ്ജലിയുടെ അച്ഛനോട് എനിക്ക് ചില ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ മിണ്ടാതിരുന്നത്, അല്ലാതെ നിന്നെ തരം താഴ്ത്താനല്ല. അവൻ അവളുടെ കവിളിൽ പതുക്കെ തൊട്ടു. അവൻ്റെ വിരലുകൾ അവളുടെ കണ്ണുനീർത്തുള്ളികളെ തുടച്ചു മാറ്റി. പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിച്ചു, അവൻ മൃദുവായി പറഞ്ഞു. അവൻ്റെ മുഖം അവളുടേതിനോട് അടുത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. ദീർഘമായ ആഴമുള്ളൊരു ചുംബനം. അനഘയുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. അവളുടെ ദേഷ്യമൊക്കെ ഏതോ മായാലോകത്തേക്ക് അലിഞ്ഞുപോയി. അവൻ താഴേക്കിറങ്ങി. അവളുടെ കവിളുകളിലും കണ്ണുകളിലും പതുക്കെ ചുംബിച്ചു. അവൾ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് അവൻ നോക്കി. ഇപ്പോഴും തോന്നുന്നുണ്ടോ എനിക്ക് നിന്നോട് അനുകമ്പയാണെന്ന്? അവൻ പതുക്കെ ചോദിച്ചു. അനഘയ്ക്ക് വാക്കുകൾ കിട്ടിയില്ല. അവൾ തലയിടത്തോട്ടാട്ടി. ഇല്ല എന്ന് ആംഗ്യം കാണിച്ചു. സിദ്ധാർത്ഥ് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ അവൾ അലിഞ്ഞു ചേർന്നു. രാത്രിയിലെ ശാന്തതയിൽ പുറത്തു പെയ്യുന്ന നേർത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അവർ പരസ്പരം തിരിച്ചറിഞ്ഞു. എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. സിദ്ധാർത്ഥിൻ്റെയും അഞ്ജലിയുടെയും വിവാഹം ഉറപ്പിക്കാൻ പ്രഭയും അഞ്ജലിയുടെ വീട്ടുകാരും തമ്മിൽ രഹസ്യമായ ചർച്ചകൾ തുടങ്ങിയിരുന്നു. മാധവമേനോൻ ഇതിനോട് പൂർണ്ണ താല്പര്യമില്ലായിരുന്നുവെങ്കിലും പ്രഭയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. അടുത്ത ദിവസം രാവിലെ പ്രഭ അനഘയെ ഹാളിലേക്ക് വിളിച്ചു വരുത്തി. അനഘെ, നിന്റെ ഫൈനൽ എക്സാം അടുത്ത ആഴ്ചയല്ലേ? അത് കഴിഞ്ഞാൽ ഉടൻ നിന്റെ അമ്മയുടെ നാട്ടിലുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറണം. ഇവിടെ ഇനി സിദ്ധുവിൻ്റെ കല്യാണാലോചനകൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ പുറത്തുള്ളവർ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പ്രഭ തുറന്നടിച്ചു. അനഘ തളർന്നുപോയി. തന്നെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടിയടച്ച് പിണ്ടം വയ്ക്കാനാണ് അവരുടെ നീക്കം. അവൾ സിദ്ധാർത്ഥിനെ നോക്കി. അവനിപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല, ഓഫീസിൽ പോയിരിക്കുന്നു. സ്വന്തം അഭിമാനം പണയം വെച്ച് അവിടെ നിൽക്കാൻ അനഘയ്ക്ക് കഴിഞ്ഞില്ല. അവൾ തൻ്റെ ചെറിയ ട്രങ്ക് പരട്ടി തുടർന്ന് വസ്ത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. ഒരു കത്തെഴുതി മേശപ്പുറത്ത് വെച്ചു. സിദ്ധുവേട്ട, ഞാൻ പോകുന്നു. എനിക്ക് ആരുടെയും ജീവിതത്തിൽ ഒരു തടസ്സമാകാൻ വയ്യ. എന്നെ തിരക്കി വരരുത്. കണ്ണുനീരോടെ അവൾ ആ തറവാടിൻ്റെ പടികൾ ഇറങ്ങി. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയില്ല. താൻ സ്നേഹിച്ച, തന്നെയേറെ സ്നേഹിച്ച ഒരാളെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നതിൻ്റെ വേദന. അവൾ നഗരത്തിലേക്കുള്ള ബസ്സിൽ കയറി. സിദ്ധാർത്ഥ് വൈകുന്നേരം ഓഫീസിൽ നിന്നും തിരികെ എത്തിയപ്പോൾ കണ്ടത് അനഘയുടെ അടച്ചിട്ട മുറിയും മേശപ്പുറത്തെ കത്തുമായിരുന്നു. കത്ത് വായിച്ചു തീർത്ത അവൻ്റെ കണ്ണുകളിൽ കോപവും സങ്കടവും ഇരച്ചു കയറി. അവൻ കത്ത് മുറുകെ പിടിച്ചു. അനഘ, അവൻ പല്ലിറുമി. അവൻ ഫോൺ എടുത്ത് അവളെ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ വീട്ടുകാരെ നോക്കി. പ്രഭ ഭയത്തോടെ മാറി നിന്നു. അമ്മ അവളോട് എന്താ പറഞ്ഞത്? സിദ്ധാർത്ഥിൻ്റെ ശബ്ദം തറവാടിൻ്റെ അന്തരീക്ഷത്തെ വിറപ്പിച്ചു. ഞാൻ അവളോട് നല്ലതിന് മതി. അവൻ കൈ ഉയർത്തി തടഞ്ഞു. എൻ്റെ ജീവിതം ആര് തീരുമാനിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അവൻ വണ്ടിയുടെ കീമെടുത്ത് പുറത്തേക്കിറങ്ങി. കനത്ത മഴയിലേക്ക് അവൻ കാറ് തിരിച്ചു. അനഘയെ തേടിയുള്ള അവൻ്റെ യാത്ര ആരംഭിക്കുകയായിരുന്നു. കനത്ത മഴയിൽ കാറിൻ്റെ വൈപ്പറുകൾ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടായിരുന്നു. സ്റ്റിയറിംഗിൽ അമർന്നിരുന്ന സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ കുറുകി. അവൻ്റെ കണ്ണുകൾ റോഡിലെ വെളിച്ചത്തിലേക്കും ഇരുട്ടിലേക്കും മാറി മാറി പതിഞ്ഞു. അനഘയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. എത്ര വേഗത്തിലാണ് നീ എന്നെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചത് അനഘെ? അവൻ സ്വയം പിറുപിറുത്തു. അവളുടെ അമ്മയുടെ നാടായ കോട്ടയത്തെ ചെറിയ ഗ്രാമത്തിലേക്കാണ് അവൾ പോയതെന്ന് അവൻ ഉറപ്പായിരുന്നു. നഗരത്തിലെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ രാത്രി വൈകി അവൻ കോട്ടയത്തെ ആ പഴയ തറവാട്ടുപറമ്പിലേക്ക് കാർ ഓടിച്ചു കയറ്റി. വീട്ടിൽ ചെറിയൊരു വെളിച്ചം മാത്രം കത്തുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് കാറിൽ നിന്നിറങ്ങി വാതിൽ മുട്ടി. വാതിൽ തുറന്നത് അനഘയുടെ അമ്മയുടെ അനുജത്തിയായിരുന്നു. പെട്ടെന്ന് സിദ്ധാർത്ഥിനെ അവിടെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. സിദ്ധു, നീ ഈ അർദ്ധരാത്രിയിൽ? അനഘ എവിടെയുണ്ടോ ചിറ്റേ? അവൻ്റെ ശബ്ദത്തിൽ ആകുലത നിറഞ്ഞു നിന്നിരുന്നു. ഉണ്ട്, സന്ധ്യയ്ക്കാണ് എത്തിയത്. വല്ലാതെ തളർന്നിരുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ മുറിയിൽ കയറി കിടന്നു. എന്താ ഉണ്ടായത് സിദ്ധു? അവൻ മറുപടി പറയാതെ അകത്തേക്ക് നടന്നു. വരാന്തയുടെ അറ്റത്തുള്ള ചെറിയ മുറിയുടെ വാതിൽ പതുക്കെ തള്ളി തുറന്നു. മുറിയിലെ ചെറിയ ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അനഘയെ അവൻ കണ്ടു. അവളുടെ വസ്ത്രങ്ങൾ ഇനിയും പൂർണ്ണമായി ഉണങ്ങിയിരുന്നില്ല. കരഞ്ഞു തളർന്നുറങ്ങിപ്പോയതായിരുന്നു അവൾ. സിദ്ധാർത്ഥ് പതുക്കെ നടന്ന് കട്ടിലിൻ്റെ അരികിലിരുന്നു. അവൻ്റെ വസ്ത്രങ്ങളും മഴവെള്ളത്തിൽ കുതിർന്നിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുനീരിൻ്റെ ഉണങ്ങിയ ചാലുകൾ
അവളുടെ കവളിൽ വ്യക്തമായിരുന്നു. അവൻ പതുക്കെ കൈനീട്ടി അവളുടെ തോളിൽ തൊട്ടു. അനഘ! ആ ശബ്ദം കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. കണ്ണുകൾ തിരുമ്മി മുന്നിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്വപ്നമാണോ എന്ന് അവൾ സംശയിച്ചു. സിദ്ധുവേട്ടൻ ഇവിടെയോ? അവൾ കട്ടിൽ എഴുന്നേറ്റിരുന്നു. നീ വിചാരിച്ചോ എന്നെ ഇത്ര എളുപ്പത്തിൽ ഉപേക്ഷിച്ച് പോരാമെന്ന്? അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യവും പ്രണയവും കലർന്നിരുന്നു. അനഘ തല താഴ്ത്തി. എന്തിനു വന്നു? ഞാൻ എഴുതിയ കത്ത് കണ്ടില്ലേ? എനിക്ക് ആരുടെയും സഹതാപം വേണ്ട. വലിയമ്മ പറഞ്ഞതാണ് ശരി. ഞാൻ അവിടെ ഒരു സാമ്പത്തിക ഭാരമാണ്. അവൾ പറഞ്ഞു തീർക്കുന്നതിന് മുൻപേ സിദ്ധാർത്ഥ് അവളുടെ ഇരു തോളുകളിലും പിടിച്ച് അവളിലേക്ക് ഒരടി കൂടി അടുത്തിരുന്നു. സഹതാപമോ? അവൻ പല്ലെറിമി. എൻ്റെ കണ്ണ് നോക്കി പറയാനൊക്കെ നിന്നോട് എനിക്കുള്ളത് സഹതാപമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ കത്തുന്ന പ്രണയവും തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയവും അവൾ കണ്ടു. എനിക്ക് പേടിയായിരുന്നു സിധുവേട്ട. വലിയമ്മ നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നതല്ല എൻ്റെ ജീവിതം. അവൻ അവളെ വാക്കുകളെ തടഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്ന്? എന്നിട്ടും നീ എന്നെ വിശ്വസിച്ചില്ലല്ലേ? അനഘയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണീരൊഴുകാൻ തുടങ്ങി. എനിക്ക് വിശ്വസിക്കാൻ പേടിയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയ എനിക്ക് ഇത്തരം സന്തോഷങ്ങൾ അധികനാൾ ഉണ്ടാവില്ലെന്ന് തോന്നി. സിദ്ധാർത്ഥ് അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു. അവൻ്റെ ചൂടുള്ള വിരലുകൾ അവളുടെ കവിളിലെ കണ്ണുനീര് തുടച്ചു. നിനക്കിനി ഒന്നും നഷ്ടപ്പെടില്ല. ഞാൻ സമ്മതിക്കില്ല. അവൾ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അവൻ പതുക്കെ മുന്നോട്ടാഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ വിറയ്ക്കുന്ന അധരങ്ങളെ പുലുകി. വളരെ മൃദുവായ എന്നാൽ ആഴമേറിയൊരു ചുംബനം. അനഘയുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയവും ആശങ്കകളും ആ സ്പർശനത്തിൽ അലിഞ്ഞുപോയി. അവൾ തൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിന് ചുറ്റും മുറുക്കി. അവളുടെ വസ്ത്രത്തിലെ ഈർപ്പവും അവൻ്റെ വസ്ത്രത്തിലെ മഴത്തുള്ളികളും അവർക്കിടയിൽ ഒരു തടസ്സമായിരുന്നില്ല. ആ ചെറിയ മുറിയിലെ തണുപ്പിൽ അവർ പരസ്പരം കൂടുതൽ അടുക്കുകയായിരുന്നു. അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് അവളിലേക്കും പടർന്നു. ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകരുത് കേട്ടോ. അവളുടെ കാതോരം അവൻ പതുക്കെ മന്ത്രിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ തല വെച്ചു. അവൻ്റെ ഹൃദയമിടിപ്പ് അവളുടെ കാതുകളിൽ സംഗീതം പോലെ മുഴങ്ങി. ഇല്ല, ഇനി ഒരിക്കലുമില്ല, അവൾ പതുക്കെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സിദ്ധാർത്ഥ് അനഘയെ കൂട്ടിക്കൊണ്ട് തറവാട്ടിലേക്ക് തിരിച്ചെത്തി. പ്രഭയും മാധവമേനോനും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ കൈ കോർത്തു പിടിച്ച് അകത്തേക്ക് കയറുന്ന അനഘയെ കണ്ടപ്പോൾ പ്രഭയുടെ മുഖം കറുത്തു. നീ ഇവളെ വീണ്ടും കൂട്ടിക്കൊണ്ടു വന്നോ സിദ്ധു? ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും നിന്റെ തലയിൽ കയറിയില്ലേ? പ്രഭ ശബ്ദമുയർത്തി. സിദ്ധാർത്ഥ് അനഘയുടെ കൈ വിടാതെ തന്നെ അമ്മയുടെ മുന്നിലേക്ക് നടന്നു. അമ്മയെ ഞാൻ ഒറ്റ തവണയെ പറയുള്ളൂ. എൻ്റെ ജീവിത പങ്കാളി അനഘയായിരിക്കും. ഇതിൽ മാറ്റമില്ല. അവൻ വളരെ ശാന്തമായി എന്നാൽ ദൃഢമായി പറഞ്ഞു. അതിന് അഞ്ജലിയുടെ കാര്യമോ? അവളുടെ അച്ഛനോട് ഞാൻ അമ്മ കൊടുക്കുന്ന വാക്കിന് ഞാൻ ഉത്തരവാദിയല്ല. അഞ്ജലി എനിക്ക് എൻ്റെ ഒപ്പമുള്ള ഒരു സഹപ്രവർത്തക മാത്രമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവൾക്ക് അർഹതയില്ല. അനഘ ഈ വീടിൻ്റെ മകളാണ്. നാളെ ഈ വീടിൻ്റെ മരുമകളാകേണ്ടവളും അവളാണ്. മാധവമേനോൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അയാൾ മകൻ്റെ തോളിൽ തട്ടി. സിദ്ധു, നീ എടുത്ത തീരുമാനം ശരിയാണ്. ഈ തറവാട്ടിൽ സ്നേഹത്തിനാണ് സ്ഥാനം, അല്ലാതെ പണത്തിനല്ല. അനഘ നമ്മുടെ കുഞ്ഞാണ്. പ്രഭയ്ക്ക് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഭർത്താവിൻ്റെയും മകൻ്റെയും ഉറച്ച നിലപാടിന് മുന്നിൽ അവരുടെ എതിർപ്പുകൾ ഇല്ലാതെയായി. മാസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. അനഘയുടെ ഫൈനൽ പരീക്ഷകളെല്ലാം നല്ല രീതിയിൽ പൂർത്തിയായി. സിദ്ധാർത്ഥിന്റെ സഹായത്തോടെ നഗരത്തിലെ ഒരു പ്രമുഖ കമ്പനിയിൽ അവൾക്ക് പ്രൊജക്ട് അസിസ്റ്റന്റായി ജോലിയിൽ ലഭിച്ചു. സ്വയം പര്യാപ്തയായ ഒരു പെൺകുട്ടിയായി മാറാൻ അവൾക്ക് കഴിഞ്ഞു. പ്രഭയുടെ മനോഭാവത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. അനഘയുടെ വിനയവും കാര്യപ്രാപ്തിയും അവരെയും സ്വാധീനിച്ചിരുന്നു. മഴക്കാലം വീണ്ടും എത്തിയൊരു വൈകുന്നേരം. അന്ന് അവരുടെ വിവാഹ നിശ്ചയമായിരുന്നു. ലളിതമായ ചടങ്ങുകളോടെ തറവാട്ടിൽ വെച്ചായിരുന്നു ചടങ്ങ് നടത്തിയത്. ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങ്. ചടങ്ങുകൾക്കെല്ലാം ശേഷം സന്ധ്യയായപ്പോൾ അനഘ വീണ്ടും മുകളിലത്തെ ബാൽക്കണിയിലേക്ക് വന്നു. പച്ചയും സ്വർണ്ണ നിറവും കലർന്ന കസവ് സാരിയായിരുന്നു അവളുടെ വേഷം. അവളുടെ മുല്ലപ്പൂ തലയിൽ ചൂടിയിരുന്നു. പുറത്ത് നേർത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. വായുവിൽ മുല്ലപ്പൂവിൻ്റെയും നനഞ്ഞ മണ്ണിൻ്റെയും സുഗന്ധം കലർന്നിരുന്നു. പിന്നിൽ നിന്നും കാൽപെരുമാറ്റം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. സിദ്ധാർത്ഥ് വരികയായിരുന്നു. വെളുത്ത കുർത്തയും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. അവനെ കണ്ടപ്പോൾ അനഘയുടെ മുഖത്തൊരു നാണം വിരിഞ്ഞു. അവൻ നടന്ന് അവളുടെ അരികിലെത്തി. കൈവരിയിൽ കൈകൾ ഊന്നി അവൻ മഴയിലേക്ക് നോക്കി. എന്താ ആലോചിക്കുന്നത് മാഡം? അവൻ പുഞ്ചിരിയോട് ചോദിച്ചു. 1 വർഷം മുൻപുള്ള ഒരു മഴക്കാലത്തെക്കുറിച്ച് അവൾ പതുക്കെ പറഞ്ഞു. അന്ന് ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇന്ന്? സിദ്ധാർത്ഥ് തിരിഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു. അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. ഇന്ന്? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഇന്നെനിക്ക് ഒട്ടും പേടിയില്ല. എനിക്ക് സംരക്ഷണമായി സ്നേഹമായി കൂടെ സിദ്ധുവേട്ടനുണ്ടല്ലോ. സിദ്ധാർത്ഥ് പതുക്കെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിന് ചുറ്റും മുറുകി. അവൾ അവനിലേക്ക് പൂർണ്ണമായും ചാഞ്ഞു. നീ ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല അനഘേ, അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അവൻ അവളുടെ സാരിത്തുമ്പ് മാറ്റി അവളുടെ കഴുത്തിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. അനഘയുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകളിൽ കോർത്തു. ആ രാത്രിയുടെ ശാന്തതയിൽ തോരാതെ പെയ്യുന്ന
മഴയുടെ സംഗീതത്തിൽ അവരുടെ പ്രണയം പൂർണ്ണതയിലെത്തിയിരുന്നു. നാടകീയമായ വില്ലത്തരങ്ങളോ അനാവശ്യമായ കെട്ടുകഥകളോ ഇല്ലാതെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൽ അവർ പരസ്പരം ഒന്നായി മാറി.